Terayilakam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം, തെരയിളക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറുപ്പ്, എനിക്കൊപ്പം മനു ഭരതും ചേരുന്നു. 18 ദിവസം മാത്രമാണ് ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. ആ ആവേശത്തിന്റെ 18 ദിവസങ്ങളാണ്. അതെ, ആവേശത്തിന്റെ 18 ദിവസങ്ങൾക്കൊപ്പം വിവാദങ്ങളും പ്രതികരണങ്ങളുടെ ബഹളവുമാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇന്ന് ഒരു ദിവസത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് ചലനങ്ങളുമായിട്ടാണ് തെരയിളക്കം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വിവാദങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും കൂടി തെരഞ്ഞെടുപ്പ് ഫോക്കസ് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വികസന വിഷയങ്ങൾ അത്തരം പ്രചാരണങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് എന്താണ് അടുത്ത വിവാദം എന്നുള്ളത് ഉറ്റുനോക്കേണ്ട ഒരു രീതിയിലേക്ക് മൂന്ന് മുന്നണികളും ഇതിൽ നിന്ന് പിറകിലോട്ട് നിൽക്കുന്നില്ല എന്നുകൂടി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഇത് കൂടുതൽ പലതരത്തിലുള്ള ട്വിസ്റ്റുകളിലേക്ക് കടക്കും, കൂടുതൽ രൂക്ഷമാകും വിവാദങ്ങളും തർക്കങ്ങളും എന്ന് വേണം കരുതാൻ. വിശദമായിട്ട് നമുക്ക് തിരയിളക്കത്തിലേക്ക് കടക്കാം. ആദ്യം ഇത്തവണ ചെല്ലുന്നത് കൊല്ലത്ത്. ഇന്ന് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവനയിലേക്ക് കൂടിയാണ്. അത് ഏത് തരത്തിൽ വിവാദമായി മാറുന്നു എന്നുള്ളത് കൂടിയാണ് ഉറ്റുനോക്കുന്നത്. അതെ, SDPIയുടെ വോട്ട് തള്ളാതെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. CPM ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുകയാണ്. താൻ BJPയിൽ പോകുമെന്ന പ്രചാരണം ആശയ പാപ്പരത്വം കൊണ്ടാണെന്നും മോദിയോട് ആരാധന ഇല്ല എന്നും NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. അപ്പോഴും ഇത്തവണ വിജയം ഉറപ്പാണെന്ന് കൂടി NK പ്രേമചന്ദ്രൻ ന്യൂസ് 18നോട് പറയുകയാണ്. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. ഏത് തരത്തിലാണ് SDPI പിന്തുണ വേണ്ട അല്ലെങ്കിൽ വോട്ടുകൾ വേണ്ട എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്, ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വഴിയേ കാണാം. ആദ്യം എന്താണ് UDF സ്ഥാനാർത്ഥി പറഞ്ഞതെന്ന് നോക്കാം. ഹാട്രിക് തേക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NK പ്രേമചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ ചേരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കും UDFന് പൊതുവെയും ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ആരാധനയോ അടുപ്പമോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടോ NK പ്രേമചന്ദ്രൻ? ഒരു ആരാധനയുമില്ല. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്ന ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ആരാധനയും എന്നെ സംബന്ധിച്ചില്ല. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനവും എതിർപ്പും വിയോജിപ്പുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് പൊതുവേ ഉള്ളത്. രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള എതിർപ്പുണ്ട്. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്നുള്ള ബന്ധമുണ്ട്. അത് കണ്ടാൽ കടിച്ചു കീറണം, അല്ലെങ്കിൽ കണ്ടാൽ അന്യോന്യം ശത്രുതാ മനോഭാവത്തോടുകൂടി കാണണമെന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. SDPIയുടെ വോട്ടിന്റെ കാര്യം വന്നപ്പോൾ NK പ്രേമചന്ദ്രൻ UDF നിലപാടെടുത്തിട്ടും കൃത്യമായൊരു നിലപാട് പറഞ്ഞില്ല. ആലോചിക്കട്ടെ, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ കൺഫ്യൂഷൻ? അവർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണോ? വേണ്ട, നിങ്ങൾ മതേതര മുന്നണിക്ക് വോട്ട് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ശക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അല്ല, മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന ഒരു നിലപാട് വളരെ വ്യക്തമായി തന്നെ UDFന്റെ സംസ്ഥാന ചെയർമാൻ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, അതിനോട് അനുബന്ധമായി പറഞ്ഞത്, അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ ബാലറ്റ് പേപ്പർ വാങ്ങി വലിച്ചു കീറി കളയുമെന്ന് പറയാൻ ആ രാഷ്ട്രീയ മൗഢ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും SDPI വോട്ട് വേണ്ട, ജയിക്കാനെന്ന് പറയാനുള്ള ആത്മവിശ്വാസം NK പ്രേമചന്ദ്രനില്ലേ? ഇത് ജയത്തിന്റെ മതേതര വോട്ടുകൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ കാണുന്നു? നല്ല സാധ്യതയാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ളത്. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ വല്ലാതെ BJP ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ഡൽഹി സംസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടച്ചത്. സംസ്ഥാനത്ത് രാഹുൽ വേവ് ഉണ്ടാവുമോ ഇത്തവണ? ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സിംബലാണ്. സത്യത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ മതേതര ബോധമുള്ള CPMകാരടക്കം മതന്യൂനപക്ഷ വിഭാഗമടക്കം മുഴുവൻ ആൾക്കാരും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ റാലി ചെയ്യും. മതേതര ജനാധിപത്യ മുന്നേറ്റം കേരളത്തിലുണ്ടാകും. 20 സീറ്റിലും കേരളത്തിൽ UDF ജയിക്കും. പൊളിറ്റിക്കൽ ഫൈറ്റാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. അതിൽ എന്തായാലും വിജയം ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രൻ.
ഒരു സേഫർ സൈഡിൽ പറഞ്ഞത് കൂടിയാണോ കെ പ്രേമചന്ദ്രൻ? തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, വോട്ടുകൾ വേണ്ട എന്ന് ഒരു സ്ഥാനാർത്ഥി പറയുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട്, അതേസമയം നിലപാട് വ്യക്തമാക്കി പറയുന്നുണ്ട് ഇത് UDF എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇത്തരത്തിലാണല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി UDF ഒരു കുരുക്കിലാക്കുകയാണ് ഈ പ്രഖ്യാപനം ചെയ്തതെങ്കിലും അത് ടാക്ടിക്കലായതിനൊപ്പം മുന്നോട്ട് പോകാനാണ് UDFും ശ്രമിക്കുന്നത്. വോട്ട് തങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ പിന്തുണ ഒരു സംഘടന എന്ന നിലയിൽ, ആശയപരമായ ഒരു സംഘടന എന്ന നിലയിൽ അതിൻ്റെ പിന്തുണ വേണ്ട. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണല്ലോ, അപ്പോൾ വേണമെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യുന്നതിനോട് എതിർപ്പില്ല. ഏതായാലും ഒരാൾ മരത്തിൽ കാണുമ്പോൾ അപ്പുറത്ത് മാനത്ത് കാണുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള വിമർശനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് കടുത്ത അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മുന്നണി നേതൃത്വത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ട് ഒരാൾക്കും പ്രസ്താവന നടത്താനാവില്ല എന്നുള്ള നിലപാട് തന്നെ കോൺഗ്രസ് നേതാക്കൾ എടുത്തു. കെ പ്രേമചന്ദ്രന് പ്രത്യേക പ്രിവിലേജ് ഇല്ല എന്നും മുന്നണി തീരുമാനം എല്ലാവർക്കും ബാധകമാണെന്നും പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ VD സതീശൻ തന്നെ. അതെല്ലാം അതൊക്കെ UDFന്റെ തീരുമാനമാണ്. UDFന്റെ 20 സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ്. പ്രേമേന്ദ്രൻ എന്താ വേറെ വല്ലവരും അല്ലല്ലോ, ഇതിൻ്റെ അകത്ത് പെടുന്ന ആളല്ലേ. ആ 20 സ്ഥാനാർത്ഥികളാണ്. വേറെ പ്രത്യേക പ്രിവിലേജ് ഒന്നും പ്രേമേന്ദ്രനില്ല. പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകമായിരുന്നു. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും. എല്ലാവരും വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ വോട്ട്, അത് അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞങ്ങൾ ചെയ്തത് എന്താ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അതാണ്, അത് ക്ലിയറാണ്. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. കൊല്ലം ജില്ലാ കോൺഗ്രസ് നേതൃത്വവും ഈ പ്രേമചന്ദ്രന്റെ വാദത്തെ തള്ളിയിട്ടുണ്ട്. വോട്ട് വേണ്ട. അതെ, DCCയുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. UDFിനൊരു നിലപാടുണ്ട്. UDFിന്റെ ചെയർമാൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. SDPI എന്ന് പറയുന്ന സംഘടനാപരമായ ഒരു അലയൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ വ്യക്തികൾ വോട്ട് ചെയ്താൽ നിഷേധിക്കാൻ കഴിയുമോ? ആരാർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരാളിൻ്റെ വോട്ട് നിഷേധിക്കില്ല, ഒരാൾ വോട്ട് ചെയ്യണ്ട എന്ന് പറയില്ല. പക്ഷേ SDPI എന്ന് പറയുന്ന സംഘടനയുമായി UDFിന് ചങ്ങാത്തമില്ല എന്ന നിലപാട് തന്നെയാണ് UDFിനുള്ളത്, പ്രേമേന്ദ്രനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വോട്ട് എന്ന് പറയുന്നത് വ്യക്തിയുടെ അവകാശമാണ്. ആ വ്യക്തി പ്രേമേന്ദ്രൻ വോട്ട് ചെയ്യാൻ തയ്യാറായാൽ നിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയും. ആ പേഴ്സണൽ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സംഘടനാപരമായി SDPIയുമായി UDFിന് യാതൊരു ബന്ധവുമില്ല. അപ്പോഴും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത് ആ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള നീക്കത്തിൽ തന്നെയാണ് CPM. പ്രത്യേകിച്ച് കൊല്ലത്ത് അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണ് പ്രേമചന്ദ്രൻ എന്ന് CPM നേതാക്കൾ ആരോപിച്ചിരിക്കുന്നു. മേഴ്സിക്കുട്ടിയമ്മയുടെ വാക്കുകളിലേക്ക്. ഒരു നിലപാടുകളില്ലായ്മ എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാരന് കടുത്ത നിലപാടുണ്ട്, ഒരു പക്ഷപാതിത്വമുണ്ട്, തൊഴിലാളി വർഗത്തോട് ജനങ്ങളോടുള്ള പക്ഷപാതിത്വമുണ്ട്. അങ്ങനെ ഒരു പക്ഷപാതിത്വമില്ലാതെ അവസരവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 3 വോട്ടിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ല എന്നതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നത് ശീലമല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയും. ആരുടെയും 3 വോട്ട് വാങ്ങും. അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. CPM അത് പ്രചാരണ വിഷയമാക്കും. CPMന് നിലപാടുണ്ടല്ലോ, നിലപാടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല. ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് CPMനുള്ളത്. രാജ്യമെന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തീവ്രമായ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റില്ല, രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ പറ്റില്ല, ഇന്ത്യയുടെ ഭരണഘടന തന്നെ നിലനിൽക്കില്ല. മതനിരപേക്ഷത, സമത്വം എന്നൊക്കെ പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്നത് ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്രയാണ്. അവിടെ നിലപാടില്ലാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അല്ല, അതാണ് നിലപാടില്ലായ്മയാണത്. നമുക്കൊരു നിലപാട് വേണമല്ലോ. ആ നിലപാടില്ലായ്മയാണ്. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ളത് മാറ്റി എന്ത് സംഭവിച്ചാലും ആരുടേതായാലും എനിക്ക് വോട്ട് വേണം. അദ്ദേഹത്തിന് വെറും വോട്ട് രാഷ്ട്രീയം മാത്രമാണ്. ജനങ്ങളുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമല്ല. നാടിൻ്റെ വികസനം, ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രശ്നമല്ല. നാടിൻ്റെ വികസനം പ്രശ്നമല്ല. ഇതിലൊന്നും ശ്രദ്ധിക്കാത്ത വെറും വോട്ട് രാഷ്ട്രീയം മാത്രം കൈമുതലായിട്ടുള്ള ഒരു ആളാണ് പ്രേമേന്ദ്രൻ. നമുക്കൊപ്പം ഇപ്പോൾ MG രേണുക കൂടി ചേരുന്നുണ്ട്. രേണുക, ഈ NK പ്രേമചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസം നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്താണ് നിലപാട് എന്ന്. അന്ന് അദ്ദേഹം പഠിച്ചിട്ട് പറയാമെന്ന് ആദ്യം പറഞ്ഞു. എന്നാലും വോട്ട് വേണ്ട എന്നൊരു നിലപാട്
തനിക്കില്ല എന്ന് പറഞ്ഞു. UDF-നകത്ത് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ, അതോ തന്ത്രപരമായ ഒരു നിലപാട് കൊല്ലത്ത് UDF സ്വീകരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, അപർണ, ഇവിടെ UDF-ന് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച് 3 ദിവസം കഴിയുമ്പോഴാണ് തങ്ങൾക്കിത് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് പറയാൻ UDF നിർബന്ധിതമായത്. അത് അല്പം വൈകി അവർക്കുണ്ടാകേണ്ടുന്ന ഡാമേജ് ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അത്തരമൊരു ക്ലാരിഫിക്കേഷൻ UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും നിലപാട് തിരുത്താൻ NK പ്രേമചന്ദ്രൻ തയ്യാറാകുന്നില്ല. തനിക്ക് SDPI വോട്ട് വേണം എന്ന ഒരു നിലപാടിൽ NK പ്രേമചന്ദ്രൻ നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ നില. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. ആദ്യത്തെ ദിവസം NK പ്രേമചന്ദ്രനോട് ചോദിക്കുമ്പോൾ UDF-ന്റെ നിലപാട് താൻ അറിഞ്ഞില്ല, അതിനുശേഷം ക്ലാരിറ്റി വരുത്താം എന്ന് പറഞ്ഞ NK പ്രേമചന്ദ്രൻ ഇപ്പോൾ UDF-ന്റെ നിലപാട് അറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. അതിനുശേഷവും SDPI വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. വോട്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരാളുടെ വോട്ട് വേണ്ട എന്ന് എങ്ങനെ പറയും? പിന്നെ എനിക്ക് വോട്ട് ചെയ്യുന്നവരിൽ അത് ഈ തരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമോ എന്നാണോ കരുതേണ്ടത്, അതോ അദ്ദേഹത്തിന് ഒരു തിരിച്ചടി ആകും എന്നാണോ കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ കൊല്ലം പാർലമെന്റ് സീറ്റിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പരിശോധിക്കുമ്പോൾ ഒരു മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത്? ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് അവസരവാദിയാണ് NK പ്രേമചന്ദ്രൻ. തന്റെ ജയത്തിന് വേണ്ടി അവസരവാദപരമായ നിലപാട് NK പ്രേമചന്ദ്രൻ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും കാണുന്നത്. എല്ലാ കാലത്തും BJP-യുടെ വോട്ട് NK പ്രേമചന്ദ്രൻ 2014-ലും 2019-ലും NK പ്രേമചന്ദ്രൻ BJP-യുടെ വോട്ട് മേടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവിധ സാമുദായിക ആയിട്ടുള്ള വോട്ടുകളും തന്ത്രപരമായി കൈക്കലാക്കാൻ അതിനനുസരിച്ച് അവസരവാദപരമായി NK പ്രേമചന്ദ്രൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. നമുക്കറിയാം, സമുദായ നേതാക്കളുമായി എല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. എല്ലാവർക്കും തങ്ങളുടെ ആൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ അവരോട് ഇടപഴകുന്ന വ്യക്തിയാണ്, അവരുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, അവർക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു തന്ത്രപരമായ നിലപാട് NK പ്രേമചന്ദ്രൻ സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 27,000-ഓളം ഒക്കെ വോട്ട് SDPയുടേതായി ഈ മണ്ഡലത്തിൽ വരും എന്ന് ഇരിക്കുകയാണ്. ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോയാൽ അത് നഷ്ടപ്പെടുത്തേണ്ട എന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ പിടക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് വെക്കേണ്ട എന്നൊരു സമീപനം UDF ഒരു പരസ്യ നിലപാടെടുത്തതിന് ശേഷവും NK പ്രേമചന്ദ്രൻ തുടരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സരം കടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, 2019-ലെ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ 33,000 ചില്ലാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് 2014 ഉണ്ടായിരുന്നത്. അത് തങ്ങൾക്ക് മറികടക്കാൻ കഴിയും. 2019 ഇത് NK പ്രേമചന്ദ്രന് മാത്രം കിട്ടുന്ന വോട്ടല്ല, അത് സംസ്ഥാനത്തിന്റെ ആകെ സാഹചര്യമായിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയമുണ്ടായിരുന്നു. മൊത്തത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വേവ് ആയിരുന്നു. UPA അധികാരത്തിൽ വരുമെന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ 2014-ഉം 24-ഉം തമ്മിലാണ് താരതമ്യം വേണ്ടത് എന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇടതുപക്ഷമൊക്കെ കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 35,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ SDPയുടെ ഈ മണ്ഡലത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ വോട്ട് വളരെ നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ അത് വേണ്ട എന്ന് വെച്ച്, അല്ലെങ്കിൽ അവരെ പിണക്കിക്കൊണ്ട് പരസ്യമായി അവരെ തള്ളി പറഞ്ഞുകൊണ്ട് അത്തരമൊരു നഷ്ടം അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട എന്ന ഒരു ധാരണ NK പ്രേമചന്ദ്രന് കൃത്യമായി ഉണ്ട് എന്ന് സമയത്ത് ഇടതുപക്ഷം ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണെന്ന് പറയുന്ന ഒരു സാഹചര്യം BJP ക്യാമ്പുകൾ എന്താണ് പറയുന്നത്? SDPI വിഷയവുമായി വന്നപ്പോൾ കടുത്ത വിമർശനങ്ങളുമായി എത്തിയത് കോൺഗ്രസിനെതിരെ, ആ വിമർശനങ്ങളെല്ലാം UDF-നെതിരെ ഉന്നയിച്ചതെല്ലാം BJP ആയതുകൊണ്ട് തന്നെ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയുടെ ക്യാമ്പുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? കൊല്ലത്തെ എന്ന് മാത്രമല്ല അപർണ, സംസ്ഥാനത്തെ ഈ സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ മാക്സിമം ഉപയോഗിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. നോക്കൂ, വർഗീയവാദികളുടെ വോട്ട് മേടിക്കുന്നവരാണ് ഇവിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന UDF നേതൃത്വം എന്ന് ദേശീയ തലത്തിൽ ഉൾപ്പെടെ മാക്സിമം പ്രചരിപ്പിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. അത്തരം ശ്രമം തുടങ്ങി. അത് തങ്ങൾക്ക് വലിയ തിരിച്ചടി, വലിയ ഡാമേജ് കേരളത്തിന് പുറത്ത് ഉണ്ടാക്കും, കേരളത്തിലും ഒരുപക്ഷെ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് UDF പരസ്യമായി നിലപാട് പറയാൻ നിർബന്ധിതമായത്. അതുകൊണ്ട് തന്നെ BJP ഇതിനെ ഏതു വിധേനയും പ്രയോജനപ്പെടുത്തും. ഈ പ്രേമചന്ദ്രന്റെ നിലപാട് പോലും ഒരുപക്ഷെ
BJP സഹായിക്കാനാണ് എന്ന തരത്തിൽ പോലും ഒരു ഭാഗത്തു നിന്ന് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ UDF നേതൃത്വം തങ്ങളുടെ തീരുമാനം എല്ലാവർക്കും ബാധകമാണ്, അതിൽ പ്രേമചന്ദ്രന്റെ എക്സെപ്ഷൻ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നത്. അത് എന്തായാലും പരസ്യമായി അങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് തനിക്കുണ്ട് എന്ന് കാട്ടി പ്രേമചന്ദ്രൻ മുന്നോട്ട് പോയാൽ അത് മുന്നണിക്കാകെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നത് UDF മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴും പ്രേമചന്ദ്രന് മാത്രമല്ല UDFിലെ പലർക്കും SDPIയുടെ വോട്ട് വേണം, അത് പുറമേക്ക് പറയാതെയാണെങ്കിലും വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന നിലപാട് തന്നെയാണ് UDFിനുള്ളത്. അപ്പോൾ പോലും അതിൽ മറ്റൊരു ഡാമേജ് ഉണ്ടാകരുത് എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. യെസ്, അതായത് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എവരിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറഞ്ഞതുപോലെ പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയാൽ ജയിക്കേണ്ടതിൻ്റെ അനിവാര്യത വളരെ വ്യക്തമാണ്. ഇപ്പോൾ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ കൂടിയും ആത്യന്തികമായി കൗണ്ട് ചെയ്യുന്ന പറ്റാത്ത സാഹചര്യം. പക്ഷെ അത് സംസ്ഥാനത്തുടനീളം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള ഭയം, ആശങ്കയൊക്കെ ചിലപ്പോൾ UDFന് ഉണ്ടായേക്കാം. ഇനി മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് പോകുമ്പോൾ പാനൂരിലെ സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി അത് നിലനിൽക്കുകയാണ്. അത് മറികടക്കാൻ പ്രതിരോധം തീർക്കുകയാണ് LDF. പിടിയിലായ DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. സംഭവത്തെ തെറ്റായി ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. CPM ബോംബ് ഉണ്ടാക്കുന്നുവെന്നത് കള്ളപ്രചാരണ വേലയാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ CPIM ആക്രമണം നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കുകയാണ് എന്ന കള്ളപ്രചാര വേല, ഒരു കാര്യകാരണ നിയമവും അടിസ്ഥാനപ്പെടുത്താതെ ഈ കഴിഞ്ഞ കുറേ കൊല്ലത്തെ 3, 4, 6 കൊല്ലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങളുടെ സഖാക്കളെ പോലും വകവരുത്തിയിട്ട് അത്തരത്തിലുള്ളവരെ പോലും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലായിട്ടൊന്നുമല്ല, ബലവാനു മാത്രമേ ശരിയായ രീതിയിൽ ക്ഷമിക്കാനാവുള്ളൂ, ആത്മസംയമനം പാലിക്കാനാവുള്ളൂ. ദുർബലന് സാധിക്കില്ല. ഞങ്ങൾ ആശയപരമായി രാഷ്ട്രീയമായി വ്യക്തതയോടുകൂടിയാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ സംസ്കാരത്തിന് മുമ്പ് പോയി, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോയി. നിങ്ങൾ കാണുന്ന ഒരു പ്രദേശത്ത് സംഘർഷം ഒന്നുമില്ല, സാധാരണ പോലെ പോവുകയാണ്. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ മരിക്കുന്നത്. ആ മരിച്ച കുടുംബങ്ങൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം പോയിട്ടുണ്ട്. MLA പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ പോയിട്ടുണ്ട്, അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി തള്ളി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് വാർത്തയാക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീർപ്പിച്ചിട്ടില്ല. ഏതായാലും മരിച്ച ആളുടെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രിയും ന്യായീകരിക്കുകയാണ്. മരണവീട്ടിൽ പോകുന്നത് നിഷേധമല്ലെന്നും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. ഏതാണ്ട് ഇതേ നിലപാട് CPM സ്വീകരിക്കുന്ന ഇതേ നിലപാടിന് മുഴുവൻ പിന്തുണയുമാണ് CPIയും നൽകുന്നത്. സ്ഫോടനത്തിൽ CPMന് പങ്കില്ല എന്ന നിലപാട് CPIയും ആവർത്തിക്കുന്നു. അതേസമയം മരണവീട്ടിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കൂടി. ബോംബ് ഒരു ഇടതുപക്ഷ വഴിയല്ല, അത് CPIക്കും ബോധ്യമാണ്, CPMനും ബോധ്യമാണ്. CPMന്റെ നേതൃത്വം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധമുള്ളവർക്ക് ആർക്കും CPMന്റെ പരിരക്ഷയില്ല എന്ന്. അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ബോംബിൻ്റെ കെയർ ഓഫ് ഇടതുപക്ഷത്തിൽ എഴുതാൻ ശ്രമിക്കുന്നത്. ആ കെയർ ഓഫ് ഞങ്ങൾക്ക് വേണ്ട. ബോംബ് കെയർ ഓഫ് ലെഫ്റ്റ് അല്ല, ഞങ്ങളുടെ വിലാസം അതല്ല. ഞങ്ങളുടെ വിലാസം ജനങ്ങൾ കെയർ ഓഫ് LDF എന്നാണ്. അതിന് പകരമല്ല ബോംബും. അതുകൊണ്ട് അങ്ങനെ ഒരു വിലാസം എഴുതി ബോംബ് സമം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രചാരവേലയുണ്ടാക്കി സ്വന്തം പരാജയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് UDF ശ്രമിക്കുന്നത്. വടകരയിലും പുറത്തുമല്ല. അതിൻ്റെ കരുവാകാൻ ഒരൊറ്റ LDFകാരനും രംഗത്ത് വരില്ല. ഒരു CPIക്കാരനും ഒരു CPMകാരനും ഈ കോൺഗ്രസ് BJP പ്രചാരവേലയ്ക്കുള്ള ഇന്ധനമാകാൻ പാടില്ല. ഇതാണ് LDF നയം. അതേസമയം സ്ഫോടനം CPMനെതിരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് UDF.
CPM-ന് ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നും മുഖ്യമന്ത്രി ഇത്തരം വൃത്തികേടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഇത് UDF-കാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിയാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയാണ്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. ഈ വടകരയിലടക്കം പാനൂര് വിഷയത്തിലേക്ക് പ്രചാരണം മാറുന്ന ഒരു കാഴ്ച എന്തായാലും അത് കാണുന്നുണ്ട്. കോൺഗ്രസ് ആ തരത്തിലേക്ക് രാഷ്ട്രീയ പ്രചാരണം കൂടുതൽ ശക്തമാക്കുന്ന കോൺഗ്രസ് വളരെ ശക്തമാക്കുന്നു. ഇപ്പോൾ ഷാഫി പറഞ്ഞത് താൻ സന്ദർശിക്കാൻ പര്യടനം നടത്താനിരുന്ന ഇടത്തിലാണ് ഇത്തരത്തിൽ ബോംബ് പൊട്ടിയെന്ന്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ, ഇവിടെ 2 ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടായിരുന്നു. ആ 2 സംഘങ്ങൾ തമ്മിൽ നേരത്തെ ഒരു അമ്പലത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു തർക്കം നിലനിന്നിരുന്നു. അപ്പോൾ ഒരു പരസ്പര പ്രത്യാക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്ന രീതിയായിരുന്നു ഈ ബോംബ് നിർമ്മാണം. അതിൻ്റെ ഭാഗമായാണ് ബോംബ് നിർമ്മാണം എന്നൊക്കെയാണ് പോലീസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി. പക്ഷേ രാഷ്ട്രീയ പ്രചാരണത്തിൽ നിന്ന് മാറുന്നില്ല. എന്താണ് ഈ ഇടതുപക്ഷത്തിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ ആരോപിച്ചുകൊണ്ട് പറയുന്നത് കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് പറ്റില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അമൽ ബാബു ഒക്കെ അവിടുത്തെ DYFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവിടെ മീത്തിലെ കുന്നത്തുപറമ്പിൽ യൂണിറ്റ് സെക്രട്ടറിയൊക്കെ ആയി പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ ഈ അതുൽ അവിടുത്തെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞ ആരോ ബോംബ് പൊട്ടി മരിച്ചു എന്നാണ്. പക്ഷേ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കൾ പോകുന്നു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ പോകുന്നു. ചെറുവാഞ്ചേരി LC പിന്നെ മെമ്പർ അശോകൻ പോകുന്നു. അപ്പോൾ ആരോ പോയതിനെ പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി മരണ വീട്ടിൽ പോകുന്നതിൽ എന്താണ് നിഷിദ്ധമായിട്ടുള്ളത് എന്ന് വീണ്ടും ചോദിക്കേണ്ട ഒരു ഇതിലേക്ക് കാര്യങ്ങൾ പോകും. അതെ, അവിടേക്ക് അവർക്ക് ബന്ധമുണ്ട്. അവരുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ അതുമായി അടുപ്പമുള്ള ആളുകളാണ് ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിരിക്കുന്നത് എന്ന ഒരു സൂചന നൽകാൻ ഏതായാലും ഈ സന്ദർശനം വഴിവെക്കുന്നു. പക്ഷേ അവിടെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത്തരം ആളുകളെ സന്ദർശിക്കാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് CPM ചെയ്യുന്നില്ല. മറിച്ച് അത് ഞാൻ പറയട്ടെ, അതും ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. അത്തരമൊരു സന്ദർശനം ഒഴിവാക്കാൻ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് കഴിയുക എന്നുള്ളൊരു വിഷയം കൂടി വരുന്നില്ല. അല്ല, പക്ഷേ ഒരുപക്ഷെ അവിടെ സന്ദർശിച്ചാൽ അവിടുത്തെ കുറച്ചുപേരുടെ വോട്ടായിരിക്കാം. പക്ഷെ അത് മൊത്തത്തിൽ പ്രതിഫലിക്കുക CPM അക്രമ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്നു എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായേക്കാം. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം, രമേശ് ചെന്നിത്തല ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ. ബോംബ് നിർമ്മാണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നാണ് ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത്. കേസ് കേരള പോലീസ് അട്ടിമറിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഇതുമായി എടുത്ത നിലപാടിനെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുകയാണ്. CBIയോ NIAയോ കേസ് അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് സമയത്ത് കലാപമുണ്ടാക്കലായിരുന്നു ലക്ഷ്യമെന്നും ചെന്നിത്തല ആരോപിച്ചു. അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കേസിലെ എല്ലാ പ്രതികളും CPMകാരാണ്. ബോംബുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിക്കുകയുണ്ടായി. ഇന്ന് ഈ പ്രതികളൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവരൊക്കെ നിർദോഷികളാണെന്നാണ് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അങ്ങനെ കേരളത്തിന്റെ മത്സര ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. 194 സ്ഥാനാർത്ഥികൾ. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ആകെ 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് പ്രധാനമായുള്ളത്. പ്രധാന സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി വിമതന്മാരും അപരന്മാരും ഇത്തവണ രംഗത്തുണ്ട്. MK രാഘവന് 3 അപരന്മാരും അബ്ദുൽ കരീം എന്ന പേരിൽ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉണ്ട്. ഷാഫി പറമ്പലിന് 2 അപരന്മാരും KK ശൈലജയെ കൂടാതെ മറ്റ് 3 ശൈലജമാരും സ്ഥാനാർത്ഥികളായി പട്ടികയിൽ ഉണ്ട്. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളുണ്ട്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി സുനിൽ കുമാറിന് 1 അപരൻ ആയപ്പോൾ പ്രതാപൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക നൽകിയിട്ടുണ്ട്. VV അരുണിന്റെ റിപ്പോർട്ട് കാണാം. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 204 പേരായിരുന്നു
സൂക്ഷ്മ പരിശോധന ദിവസം അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ 10 പേർ കൂടി പത്രിക പിൻവലിച്ചു. ഇതിൽ അപരന്മാരുണ്ട്, വിമതന്മാരുണ്ട്. അതായത് തങ്ങൾക്ക് ഭീഷണിയാകുന്ന വിമത അപര സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി നേതൃത്വങ്ങളുടെ ശ്രമം അത്രത്തോളം ഫലം കണ്ടില്ല. ഈ അവസാനം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോഴും 194 സ്ഥാനാർത്ഥികളുണ്ട്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ 130ഓളം സ്വതന്ത്ര അപര വിമത സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരങ്ങളിൽ ഓരോ വോട്ടും നിർണായകമാണ്. ഈ അപരന്മാർ, വിമതന്മാർ, സ്വതന്ത്രന്മാർ പിടിക്കുന്ന വോട്ട് ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ, പരാജയത്തെ ബാധിച്ചേക്കാം. അത്തരമൊരു ആശങ്ക ഇനിയും നിലനിൽക്കുന്നു. ഏതായാലും ഇനി മറ്റു വഴികളില്ല. വോട്ടർമാരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ 194 പേരുടെ പേരുകളും വോട്ടർ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകും, വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാകും. അവർക്ക് ആളുകൾ വോട്ട് ചെയ്യേണ്ടി വരും. 194 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപരന്മാർ ഭീഷണി ശക്തമായി തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉയർത്തുന്നു, വിമതന്മാർ ഉയർത്തുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന് ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. ആ വിമതൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഷൈൻലാലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസത്തിന്റെ തലേ ദിവസമാണ് ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന് രാജിവെച്ചത്. അടുത്ത ദിവസം പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഷൈൻലാൽ മത്സരരംഗത്തേക്കുണ്ട്. ചെറിയ വോട്ട് ഷൈൻലാൽ പിടിച്ചാൽ പോലും അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് അത് ശശി തരൂരിന് ഭീഷണിയായി മാറുമെന്ന ആശങ്ക ഇതിനകം കോൺഗ്രസ് UDF ക്യാമ്പിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും മറ്റു മണ്ഡലങ്ങളിലും സമാനമായ വിഷയങ്ങളുണ്ട്. കോഴിക്കോട് MK രാഘവന് 3 അപരന്മാരാണുള്ളത്. അബ്ദുൽ കരീം എന്ന പേരിൽ ഇളമരം കരീമിനും അപര ഭീഷണിയുണ്ട്. ഷാഫി പറമ്പിലും KK ശൈലജയും ശക്തമായ പോരാട്ടം നടക്കുന്ന വടകരയിൽ 2 സ്ഥാനാർത്ഥികൾക്കും അപര ഭീഷണിയുണ്ട്. ഷാഫി പറമ്പിലിന് 2 അപരന്മാരാണ് എതിരായുള്ളത്. KK ശൈലജ കൂടാതെ മറ്റു 3 ശൈലജമാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. KK ശൈലജയുടെ വോട്ടുകളും ഒരുപക്ഷെ ഭിന്നിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയേക്കാം എന്ന ആശങ്ക ഇടത് ക്യാമ്പിലുമുണ്ട്. തൃശൂരിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അവിടെയും LDF സ്ഥാനാർത്ഥി സുനിൽകുമാറിന് അപരനുണ്ട്. പ്രതാപൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പട്ടികയിലുണ്ട്. മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ അപര വിമത ശല്യമുണ്ട്. ഏതായാലും ശക്തമായ പോരാട്ടത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങുന്നത്. ഇനി ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പ്രചരണ വിഷയങ്ങൾ വരുന്നു. എതിരാളികളെ ആക്രമിക്കാൻ സൃഷ്ടിക്കപ്പെടുന്നതും അതുപോലെ തന്നെ വീണുകിട്ടുന്നതുമായ അവസരങ്ങൾ, ആയുധങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ശക്തമായി തന്നെ ഉപയോഗിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം പറയുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ കൂടി പ്രതിപക്ഷത്തിന്റെയും BJPയുടെ വിമർശനങ്ങൾ വരുന്നു. ഇടത് വലത് കൂട്ടുകെട്ട് പലയിടത്തുമുണ്ടെന്ന വിമർശനങ്ങൾ BJP ക്യാമ്പ് ഉന്നയിക്കുന്നു. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDF വോട്ട് മറിക്കുന്നു എന്ന് ചിലയിടങ്ങളിൽ LDFന്റെ പ്രചരണം, തിരിച്ച് LDF വോട്ട് മറിക്കുന്നുവെന്ന UDFന്റെ പ്രചരണം, അങ്ങനെ മാറി മാറി മറിയുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ. ഏതായാലും കേരളം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുന്നു. അതിശക്തമായ റെക്കോർഡ് ചൂടാണ് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും താപനില രേഖപ്പെടുത്തുന്നത്. ആ താപനിലയെ മറികടക്കുന്ന രാഷ്ട്രീയ ചൂടിനൊക്കെയാണ് സംസ്ഥാനം ഓരോ ദിവസവും ഓരോ നിമിഷവും മാറുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും പുതിയ പ്രചരണ വിഷയങ്ങളുണ്ടാകാം, പുതിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരാം. അതെല്ലാം ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടാത്ത തരത്തിലുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ ഓരോ വിഷയവും കൃത്യമായി അപഗ്രഥിച്ച് വിലയിരുത്തി തങ്ങൾക്ക് വിജയിപ്പിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പാണ്. അതിശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേരളം അരങ്ങൊരുക്കുകയാണ്. അപർണ, ഇതിൽ ഒരു പ്രധാന കാര്യം, ഏറ്റവും അധികം വനിതകൾ ഇത്തവണ മത്സരിക്കുന്നത് വടകരയിലാണ്. ഒരുപക്ഷെ KK ശൈലജയ്ക്ക് പുറമെ 3 ശൈലജമാർ. അപ്പോൾ ഒരുപക്ഷെ അപരന്മാരായിരിക്കാം, എങ്കിലും ഒരുപക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും അധികം വനിതകൾ സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് വടകരയിൽ ആണ് ഉള്ളത്. അതെ, പക്ഷേ ഒട്ടും വനിതാ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കണ്ണൂരും മലപ്പുറത്തും തൃശ്ശൂരും കോട്ടയത്തും മാവേലിക്കരയിലും. അവിടെ വനിതകളെ ഇല്ല. ഏതായാലും 4 ശൈലജമാർ മത്സരിക്കുന്നു, 4 രാഘവന്മാരും കോഴിക്കോട് മത്സരം. ഈ കോഴിക്കോട് തന്നെയാണ് പ്രധാന വിഷയം. രാഘവേട്ടനും കരീം കയും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായിട്ട്. MK രാഘവേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അതിന് പകരമായിട്ടാണ് കരീം ക വിളി തുടങ്ങിയതെന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നു. അങ്ങനെയല്ല, പണ്ട് മുതലേ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇളമരം കരീം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. കരീം ക വിളിയിലെ രാഷ്ട്രീയം എന്താണെന്ന് ജനത്തിന് നന്നായിട്ട് അറിയാമെന്ന് കൂടിയാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ വിളിച്ചു വന്ന പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് മാറുന്നതിന് പിന്നിൽ ലക്ഷ്യം കൃത്യമാണ്. കോഴിക്കോട് ത്രികോണ പോരാട്ടമുണ്ടെന്ന് പറയാനാകില്ല എന്നും MK രാഘവൻ ന്യൂസ് 8നോട് പ്രതികരിച്ചു.
കോഴിക്കോട് വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ഞാനുള്ളത് ശ്രീ MK രാഘവൻ, സിറ്റിംഗ് MP. അദ്ദേഹം തന്നെയാണ് ഇത്തവണ നമുക്കറിയാം സ്ഥാനാർത്ഥി. അദ്ദേഹവും പ്രചരണത്തിന്റെ വലിയ തിരക്കുകളിലാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഈ സിവിൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. നമ്മളോടൊപ്പം അദ്ദേഹം വലിയ തിരക്കുകൾക്കിടയിലും അല്പസമയം സംസാരിക്കാം എന്നുള്ള തരത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നമസ്കാരം സർ. ഇന്നലെ എത്ര മണി കഴിഞ്ഞു എല്ലാം വന്ന് വീടെത്തിയപ്പോൾ? 1 മണി കഴിഞ്ഞു. 1 മണിയായി. എല്ലാ ദിവസവും അങ്ങനെയാണോ ഷെഡ്യൂൾ? എല്ലാ ദിവസവും അങ്ങനെ. രാവിലെ ഇപ്പം 4:30 മണിക്ക് പുറത്തു പോയിട്ട് ഇപ്പം ഞാൻ വന്ന് കയറിയതുള്ളൂ. ഓ, അത് ശരി. ഉറക്കം വളരെ കുറവാണ്. അതെ, എന്തോ നമ്മൾ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു പ്രയാസമുണ്ടെന്നുള്ള രീതിയിലുണ്ടോ? പ്രയാസമില്ല, എന്തായാലും കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടും, ഒരു സംശയം വേണ്ട. അതൊന്നും ഒരു വിഷയമല്ല. അല്ലാതെ കാരണം നേരത്തെ മത്സരിച്ചൊരാരും മോശക്കാരനല്ലോ. റിയാസ് മോശക്കാരനാണോ? പ്രദീപകുമാർ മോശക്കാരനാണോ? വിജയരാഘവൻ മോശക്കാരനാണോ? അല്ലല്ലോ. അത് എല്ലാ കാലത്തും മത്സരം ശക്തമായി നടക്കും. UDF അനുകൂലമായി ജനങ്ങൾ വിധി എഴുതും. അതെന്തുകൊണ്ടായിരിക്കാം ഇത്തവണ UDF ജനം വോട്ട് ചെയ്യണമെങ്കിൽ? താങ്കൾ MP ആയി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് സ്വാഭാവികമായുണ്ട്. താങ്കളുടെ ജനകീയതയുണ്ട്. ഒപ്പം മറ്റെന്തോ ഘടകങ്ങളായിരിക്കും വർക്ക് ചെയ്യുക. ഒന്ന്, ഈ 2 ഗവൺമെന്റുകൾക്കും ജനമെതിരാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കാൻ കഴിയുന്നില്ല ആൾക്ക്. ഓരോ ദിവസം സാധനങ്ങൾക്ക് വില കൂടിക്കൂടി വരുന്നത്. അടുക്കളയിലെ സഹോദരിമാർക്കറിയാം എന്താ അവസ്ഥ കൃത്യമായിട്ട്. സാധനങ്ങൾ കിട്ടാനില്ല പലപ്പോഴും. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ആർക്കും തന്നെ ഗവൺമെന്റ് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴാണല്ലോ ആളുകൾ തീരുമാനമെടുക്കുക. അത് എല്ലാ തലങ്ങളിലും പെട്ടവർക്കും അനുഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു 2 ഗവൺമെൻറ്റുകൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ ചിന്തയും മനസ്സുമാണ് വീണ്ടും UDF ജയിപ്പിക്കാൻ കാരണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ നേരത്തെ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളെക്കാളും വലിയ മെച്ചമുള്ള ആളല്ല, ഏതാണ്ട് അതേ കാറ്റഗറിയിലുള്ള ആളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് താങ്കൾ പറഞ്ഞു. അവരാരും മോശക്കാരൻ മുഹമ്മദ് റിയാസ് മോശക്കാരനാണ്. അദ്ദേഹം അഖിലേന്ത്യാ DYFയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലേ. പ്രദീപ് കുമാർ ഏറ്റവും പോപ്പുലറായിട്ടുള്ള MLA ആയിരുന്നില്ലേ. അതുപോലെ വിജയരാഘവൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അന്ന് CC മെമ്പറാണ്. 3 തവണ MP ആയ ആളാണ്. ഇവരാരും തന്നെ കുറഞ്ഞ ആളുകളൊന്നല്ലല്ലോ. എല്ലാവരെ പോലെയും അതുപോലെ സ്ഥാനാർത്ഥി എന്നല്ലാതെ അവരാരും മോശക്കാരെന്നാർക്കും പറയാൻ കഴിയില്ല. ഈ സാധാരണ ഈ പ്രചരണ പ്രവർത്തനങ്ങളെക്കാളും കുറച്ചൊരു മാറ്റം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഞാൻ ഇത് സാറിന് വീണ്ടും തൊട്ട് മുമ്പ് തന്നെ കരീംക എന്നുള്ള പോസ്റ്റാണ് ഞാൻ കണ്ടത്. എന്തായിരിക്കും അങ്ങനെയൊക്കെ? ഒന്നും കാരണം അത് പിന്നെ ആളുകൾ പോസ്റ്റർ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വിളിക്കുന്ന പേരിൽ എന്നെ വിളിക്കാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ ഇന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ചടിച്ച് കൊടുത്താൽ അതൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന നയമുണ്ട്. അതൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്നലെ വരെ അറിയപ്പെടുന്ന പേരുകൾ അറിയപ്പെടുക എന്നല്ലാതെ എന്താണ് വിളിപ്പേര് അന്ന് അതുപോലെ. അതല്ലാതെ പെട്ടെന്ന് രാവിലെ മാറ്റം വന്ന് അച്ചടിച്ചു കൊടുക്കുക എന്നേ വിളിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കാപട്യത്തിന്റെ സ്വഭാവമാണല്ലോ. കോഴിക്കോട് ജനങ്ങൾ അങ്ങനെ വിളിക്കുമോ? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടോ? കോഴിക്കോട് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഏതായാലും ആ വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഏതായാലും കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന് കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ തെളിവാണ് BJP ശക്തി കേന്ദ്രങ്ങൾ വിട്ട് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് വ്യക്തമായ നയമുണ്ട്, കോൺഗ്രസിന് നയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമുള്ള ഇടത് മുന്നണി ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും ഇളമരം കരീം പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായ എളമരം കരീമിനെയാണ് കോഴിക്കോട് തിരിച്ചുപിടിക്കാനായി CPMഉം LDFഉം നിയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് കോഴിക്കോടുകാർ LDFന് വോട്ട് ചെയ്യണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. BJP ഉയർത്തുന്ന വർഗീയത, ഉദാരവൽക്കരണ നയങ്ങൾ, ഇതിനൊക്കെ എതിരെ കൃത്യമായ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കണം. സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന
വികസന പദ്ധതികളെ തുരങ്കം വെക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ എതിർക്കണം. ഇതിനൊന്നും UDF-ന് കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ LDF-ൽ മാത്രമാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ ആ പാർട്ടികൾ തമ്മിലാണ് കേരളത്തിൽ മത്സരം. അവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് അല്ല CPM അല്ലെങ്കിൽ ഇടതുമുന്നണി വരണം എന്നുള്ളത്? ഞങ്ങൾ മുന്നണിയല്ല, ഇന്ത്യ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ BJP-യെ പരാജയപ്പെടുത്താനാണ് ഈ ധാരണ, അല്ലാതെ LDF-നെ തോൽപ്പിക്കാനല്ല. ഇന്ത്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രധാന നേതാക്കന്മാർ പ്രധാന ശത്രുവായ BJP-യെ വിട്ട് കേരളത്തിലേക്ക് വന്നതെന്തിനാ? അതുകൊണ്ട് അവരോട് ചോദിക്കുക ഈ ചോദ്യം. LDF-ന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി എന്തിന് കേരളത്തിലേക്ക് വന്നു? കൂടുതൽ ദേശീയ വിഷയങ്ങളൊക്കെ പ്രചാരണത്തിൽ വരുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് എന്ന് തോന്നുന്നു. മറ്റ് മണ്ഡലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അതായത് ദേശീയ തലത്തിൽ NDA-ക്കെതിരെ ഉന്നയിക്കുന്ന BJP-ക്കെതിരെ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ അതിൽ കഴമ്പില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കോഴിക്കോടത്തെ NDA സ്ഥാനാർത്ഥി. പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ പാചകവാത വിലയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശങ്കയില്ല എന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ് പറയുന്നു കോഴിക്കോട് നിന്ന്. പെട്രോൾ ഡീസൽ വിലയെക്കുറിച്ചല്ല, കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന 5 കിലോ അരിയെക്കുറിച്ചാണ് ജനം ചർച്ച ചെയ്യുന്നത്. ഇത്തരം സൗജന്യങ്ങളാണ് മോദി ഗ്യാരണ്ടി എന്നും MT രമേശ് ന്യൂസ് 18നോട് പറഞ്ഞു. പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ വിലയുള്ളത് കേരളത്തിലാണ്. അത് മോഡിയെ കൊണ്ടല്ലോ. രാജ്യത്തെമ്പാടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് പോലും കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നമ്മുടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടില്ല. വില നിലനിൽക്കുകയാണ്. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അവിടെ നികുതി ഇളവ് കൊടുത്തുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില പിടിച്ചു നിർത്തുകയാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത്. അത് കൊടുക്കേണ്ടി വന്ന് സംസ്ഥാന സർക്കാർ നികുതി കുറക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ കാര്യത്തിൽ ജനങ്ങൾക്കൊരു ആശങ്കയുമില്ല. പാചകവാതകത്തിന്റെ വിലയും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ചു കൊണ്ടുവരുന്നു. സ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ പ്രചരണമൊന്നും ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വലുപ്പമില്ല. ജനങ്ങൾക്ക് അതിനേക്കാൾ പ്രധാനം രാജ്യത്ത് 82 കോടി ആളുകൾക്ക് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് 5 കിലോ അരി കൊടുക്കുകയാണ്. ജനം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെക്കുറിച്ചല്ല, അവർക്ക് സൗജന്യമായി കിട്ടുന്ന അരിയെക്കുറിച്ചാണ് ജനം ചർച്ച ചെയ്യുന്നത്. അവർക്ക് സൗജന്യമായി കിട്ടുന്ന മറ്റു സൗകര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ സൗജന്യങ്ങളാണ് മോഡിയുടെ ഗ്യാരണ്ടിയായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ 3 സ്ഥാനാർത്ഥികളെയും ഇന്ന് അവിടെ നമ്മുടെ പ്രതിനിധികൾ കാണുകയും കിരണും രഞ്ജിത്തും ഒക്കെ കാണുകയൊക്കെ ചെയ്തു. ഏതായാലും ഇനിയും കൂടുതൽ തെരഞ്ഞെടുപ്പ് കോട്ടയം ആലപ്പുഴയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ദേശീയ വിഷയങ്ങളൊന്നുമല്ല, പാളയത്തിൽ പടയാണോ എന്നുള്ള സംശയമൊക്കെയാണ് വരുന്നത്. പലതരം പ്രതികരണങ്ങളും തൃപ്തിയും അതൃപ്തിയും അസംതൃപ്തിയും ഒക്കെ വാർത്തകളിൽ പ്രതികരണങ്ങളൊക്കെ നിറയുകയാണ്. അതിലേക്കൊക്കെ വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. UDF-ലെ ഒരു പാർട്ടിയിലേക്കും ഇല്ലെന്ന് പ്രഖ്യാപിച്ച് സജി മഞ്ഞക്കടമ്പിൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പാർട്ടിയിലേക്കും ഇല്ലെന്ന ആണ് ഇപ്പോഴത്തെ തീരുമാനം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് 10 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അതിനിടെ പാലയിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ നിന്നും KM മാണിയുടെ ചിത്രം സജി മഞ്ഞക്കടമ്പിൽ എടുത്തുമാറ്റി. 2 കാര്യങ്ങളിലാണ് ഇന്ന് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തത വന്നിരിക്കുന്നത്. ഒന്ന്, UDF-ലേക്ക് ഇനിയില്ല. അതായത് ഇന്നലെ ജില്ലാ UDF നേതാക്കൾ യോഗം ചേർന്നപ്പോഴും സജി മഞ്ഞക്കടമ്പിലിനെതിരെ ഒരു കടന്നാക്രമണത്തിനോ രാഷ്ട്രീയ വഞ്ചന എന്ന് പറയാനോ ഒന്നും തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ്, അതായത് സജിക്ക് പിന്നാലെ പോകേണ്ട, സജി നിലപാട് മാറ്റിയാൽ ആലോചിക്കാമെന്ന നിലപാട് വരെയാണ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനൊക്കെ ശേഷവും സജി മഞ്ഞക്കടമ്പിൽ ഒരു തീരുമാനം പറയുകയാണ്. UDF-ലെ പ്രമുഖ പാർട്ടികളിൽ നിന്ന് അടക്കം വിളി വന്നിരുന്നു, കോൺഗ്രസിൽ നിന്ന് അടക്കം വിളിയുണ്ട്, പക്ഷേ താൻ ആ പാർട്ടികളിലേക്ക് ഒന്നുമില്ല എന്ന് സജി പ്രഖ്യാപിക്കുന്നു. 2, ന്യൂസ് 18നോട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു തീരുമാനപ്രകാരം തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു പാർട്ടിയിലേക്ക് എത്താൻ തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതുവരെ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ച് നടന്ന ആളാണ് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഒരു പക്ഷേ സജിയുടെ പാർട്ടി പ്രവേശനം ഉണ്ടാകുക. മാത്രമല്ല BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് തനിക്ക് ക്ഷണമുണ്ട് എന്ന് സജി ആവർത്തിക്കുന്നുമുണ്ട്. അതിനെയൊന്നും തള്ളിക്കളയാനും സജി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട ഒന്ന് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. ആർക്ക് വോട്ട് ചെയ്യുമെന്ന് സജി പ്രഖ്യാപിക്കും എന്നാണ്. അതായത് തന്റെ രാഷ്ട്രീയ ചായ്വ് സജി മഞ്ഞക്കടമ്പിൽ 10 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അത് വീണ്ടും കോട്ടയത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
മറ്റൊന്ന് ഇന്ന് ഉച്ചയോടുകൂടി നടന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പാലാ മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തി സജി മഞ്ഞക്കടമ്പിൽ KM മാണിയുടെ ചിത്രം എടുത്തുകൊണ്ടുപോയി. അത് അദ്ദേഹം തന്നെ അവിടെ വെച്ചിരുന്ന ചിത്രമാണെന്ന് പറയുന്നു. KM മാണി സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തേണ്ടതുണ്ട്. അദ്ദേഹവുമായി വൈകാരിക ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രം എടുത്തത്. മണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞ് മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ് ഓഫീസ് തുറന്നു കൊടുത്തത് എന്നും സജി പറയുന്നു. എന്തായാലും അതൊരു നാടകീയ കാഴ്ചയായി മാറുകയാണ്. എന്തായാലും സജിയുടെ കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. സജി എവിടേക്ക്, കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചനകൾ വരുമ്പോഴും ഒരു അന്തിമമായ പ്രഖ്യാപനം നടത്താൻ ഇപ്പോഴും സജി തയ്യാറാകുന്നില്ല. കോട്ടയത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ BJPയിൽ നിന്ന് വരുന്നത് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടില്ല. വിഷയം ചർച്ച ചെയ്യാൻ BJP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ഇൻചാർജ്, നിയോജക മണ്ഡലം ഇൻചാർജുമാരുടെ യോഗം ചേർന്നിരുന്നു. BJPയുടെ ജില്ലാ അധ്യക്ഷൻ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത്. ജില്ലാ അധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല. ഗോവൻ മാവേലിക്കരയുടെ ചാർജ് ഏറ്റെടുത്തത് ഇന്നും ഇന്നലെയുമല്ല. എന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഗോവന് ആ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു, NDAയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗോപൻ തന്നെയാണ്. ഗോപൻ ആഗ്രഹിക്കുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ഗോപനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമ്പോൾ അതിനാർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഇനി അടുത്ത് തിരുവനന്തപുരത്തെ ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക് വരാം. താൻ ആദായ നികുതി അടച്ചതിലോ തൻ്റെ സത്യവാങ്മൂലത്തിലോ ഒരു കള്ളവുമില്ലെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. മന്ത്രിയുടെ ശമ്പളം മാത്രം എടുത്ത വർഷമാണ് താൻ 680 രൂപ ടാക്സ് അടച്ചത്. തനിക്കെതിരെ കുപ്രചരണങ്ങൾ തോൽവി ഭയന്ന് എതിർ വിഭാഗം നടത്തുന്നതാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആരോപിക്കുന്നവർക്ക് കോടതിയിൽ വഴിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയോ നീങ്ങാൻ എന്നും അദ്ദേഹം പറയുന്നു. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ ഇനി നിയമപരമായി നേരിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അപർണ കുറുപ്പിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പ്രതികരണം. ഈ രാജീവ് ചന്ദ്രശേഖർ എന്താണ് അപർണയോട് വ്യക്തമാക്കിയത്? കാരണം ഒട്ടനവധി പരാതികളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായത്. നേരത്തെ അദ്ദേഹം ലംബോർഗിനി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് പിന്നെ കമ്പനിയുടെ പേരിലാണ് എന്ന് മനസ്സിലായി. ജെറ്റ് വിമാനം വാങ്ങിച്ചത് സംബന്ധിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 65 കോടി രൂപ ആണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത്തവണ അത് കുറഞ്ഞ് 29 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. തനിക്കെതിരെ കൃത്യമായി പരാജയഭീതി വരുമ്പോൾ ഈ തരത്തിലെല്ലാമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അവരാദ്യം മറ്റ് വിഷയങ്ങൾ പറഞ്ഞ് BJP ആക്രമിക്കാൻ ശ്രമിച്ചു. പിന്നെ തന്നെ പേഴ്സണൽ ടാർഗറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. ഇനി നിയമ നടപടിയുമായിട്ട് താൻ മുന്നോട്ട് പോവുകയാണ്. ഒരു ഡിഫേമേഷൻ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എതിർ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ താൻ പണം കൊടുത്ത് വോട്ട് വാങ്ങിച്ചു എന്നടക്കമുള്ള വിഷയങ്ങളിൽ താൻ ഇനി ഡിഫേമേഷൻ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് പക്ഷേ ആകെ ഒരു 1942 മോഡൽ ഒരു ബൈക്ക് മാത്രമേ വാഹനമായി ഉള്ളൂ എന്നൊക്കെയാണല്ലോ. അതെ, ഈ സ്വത്ത് വിവരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും താൻ യാതൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ടാക്സ് വിഷയത്തിനകത്ത് മന്ത്രിയായി ഇരുന്ന സമയത്ത് താൻ എടുത്ത ശമ്പളത്തിന് താൻ കൃത്യമായി ടാക്സ് അടച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അത് നമുക്ക് അഭിമുഖത്തിൽ വ്യക്തമായിട്ട് കാണാം. പണക്കാരനാക്കുന്നത് എങ്ങനെ ഒരു കുറ്റമാകും? രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി നടത്തുകയല്ലേ വേണ്ടത് എന്നുകൂടി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട്. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ. അപർണ നടത്തിയ ആ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ടാക്സ് വിഷയത്തിനകത്ത് അഫിഡവിറ്റിനകത്ത് ക്ലിയർ അല്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ അതെങ്ങനെ ഫേസ് ചെയ്യുന്നു? അങ്ങനത്തെ ഞാൻ അത് 4-ാം തീയതി 5-ാം തീയതി വന്നപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ക്യാമ്പയിൻ എപ്പോഴും ഈ പുരോഗതിയും വികസനത്തിന്റെ ഒരു ക്യാമ്പയിൻ ആയിരിക്കും. എന്നിട്ട് ഞാൻ അന്ന് തന്നെ പ്രിഡിക്ട് ചെയ്ത ഞാൻ കോൺഗ്രസിന് ഇപ്പൊ ഞാൻ അറിയാലോ 2014 ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, അതിന് മുമ്പ് 19 ഇവരൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. അവരുടെ പെർഫോമൻസും അവരുടെ ട്രാക്ക് റെക്കോർഡെ പറ്റി ആരൊന്നും പറയാൻ പാടില്ല. അവരിങ്ങനെ ന്യൂ ഇഷ്യൂസ് അങ്ങനെ ലോബി ചെയ്യും. ഞാൻ പറഞ്ഞ മതി മണിപ്പൂരിനെ പറ്റി ഒരു നോണ, അത് നടന്നില്ലെങ്കിൽ CA മുസ്ലിംസിന് അസൈലും അതിൽ ബാൻഡാണ് നോണ, പച്ചക്കള്ളം.
പിന്നെ ബീഫ് ബാനാവും, അതൊരു അങ്ങനെ ഒരു പ്രൊഫൈൽ. അങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, ഞാൻ അതിൽ പെടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കോർട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷൻ പോവുക, പ്രൂവ് ചെയ്യൂ. ഞാൻ എന്തിനാ അതിന് ഡിബേറ്റ് ചെയ്ത് പങ്കെടുക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ക്ലീൻ ചെയ്യും. എൻ്റെ ടാക്സ് റിട്ടേൺ ടാക്സ് റിട്ടേൺ ആണ്. എൻ്റെ ടാക്സ് റിട്ടേണിൽ 689 റുപ്യ ആണെങ്കിൽ ആ കൊല്ലം ഞാൻ മിനിസ്റ്ററിന്റെ സാലറി മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ കിട്ടുന്നുള്ളൂ. അതാണ് ഫാക്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ നെറേറ്റീവിൽ അത് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചെയ്യുക, കോർട്ടിൽ പോവുക, EC-യിൽ പോവുക, പറയാ. എന്നിട്ട് എന്നെ വെറുതെ ഡിഫെയിം ചെയ്യാൻ നോക്കിയ, ഇന്നലെ പറഞ്ഞല്ലോ ശശി തരൂർ ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് സൂപ്പ് കഴിക്കുന്നു വിചാരിക്കണ്ട. എന്നെ അങ്ങനെ ക്രിമിനൽ ഡെഫമേഷൻ എല്ലാം ചെയ്ത അതിന്റെ കോൺസിക്വൻസസ് അണ്ടർ ലോ I will be more than happy to show you the consequences. Fight fairly, fight on issues. ഈ ഇലക്ഷൻ മത്സരം ഇഷ്യൂസിന് ഫൈറ്റ് ചെയ്യണം. ജനങ്ങളുടെ മുന്നിൽ ധൈര്യമായിട്ട് പറയും ഞാൻ ഇതിനെ പേടിക്കുന്നില്ല. അല്ലെ വളരെ, അതായത് ഇത് ജനങ്ങളെ അവര് ബ്രെയിൻ വാഷ് ചെയ്യും എന്നുള്ളൊരു പേടിയില്ല, അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഈ ആരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വന്ന് ഇവരോ? അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ അതിൽ എനർജിയും ടൈം വേസ്റ്റ് ചെയ്യില്ല. ബട്ട് ഓൺലി എന്നെ ക്രിമിനലി ഡിഫെയിം ചെയ്താൽ ഞാനത് റെസ്പോണ്ട് ചെയ്യും. തെരയിളക്കം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. അവസാന ദിവസം തലേ ദിവസം